പൊളിക്കും. എന്ത് തോന്നിയ സോടി കാണിക്കണത്? ഇവിടെ ചോദിക്കാനും പറയാൻ ആരുമില്ലേ? സലിംകുമാർ ഏട്ടന്റെ സംസ്കാര ചടങ്ങ് നടക്കുമ്പോൾ സ്വന്തം മകൻ ശുഭിതനായി സംസാരിക്കുന്ന സാഹചര്യം വരികയാണ്. സഹിക്കണേനെ ചമിക്കണേനും അതിലുണ്ട് കേട്ടാ. ചില ആളുകളൊക്കെ പറയുന്നത് എന്താണ് ഇത് ചൂടാകുന്നത്, അഹങ്കാരമാണോ? നമ്മൾ പറഞ്ഞു പിടിച്ചില്ലേ? അങ്ങനൊന്നും ചോദിക്കല്ലേ, അദ്ദേഹത്തിന്റെ നിസ്സഹായതയാണ്. അത് രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള അന്തരമാണ്. സംസ്കാരമില്ലായ്മയെന്നും പറയാം. എടാ, ഒരുത്തന്റെ പ്രിയപ്പെട്ട അച്ഛനാണ് മരണപ്പെട്ടത്. അവനൊന്ന് സ്വതന്ത്രമായിട്ട് കരയാനുള്ള അവസരങ്ങളും കൂടി. എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട് അവന്റെ കണ്ണിലും മൂക്കിലും വായിലും ഒക്കെ ക്യാമറ കൊണ്ട് കുത്തിക്കയറ്റാണ്. എന്തോ ഒരു അവസ്ഥയാണെന്ന് പറ. സന്ദർഭം കിട്ടിയതിന്റെ ആവേശത്തില് അങ്ങനെ അത്രയ്ക്ക് ആവേശം വേണ്ട. എന്തൊരു നിലവാര തകർച്ചയുടെ ഇതൊക്കെ. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, ഈ ചെറ്റകളെ ഒതുക്കി നിർത്തണം. സ്വന്തം പിതാവിനെ ഒന്ന് അടക്കം ചെയ്യാൻ പോലും സമ്മതിക്കാത്ത രൂപത്തിലേക്ക് അങ്ങനത്തെ തിക്കും തിരക്കും ഈ വീഡിയോ എടുത്തതും. ഇതങ്ങ് വെറുതെ വിട്ടാ പറ്റില്ല, നമ്മൾ പ്രതികരിക്കണത്. മനുഷ്യർക്ക് ഭ്രാന്ത് പിടിക്കത്തില്ലേ? ഒന്ന് പേടിപ്പിച്ച് വിട്ടാ മതി, ഞാൻ ശരിയായിക്കോളൂ. ഒന്നാമത് സ്വന്തം പിതാവ് പോയതിന്റെ ദണ്ണവും വിഷമവും ഒക്കെ ഹൃദയത്തിൽ ഇങ്ങനെ കിടന്ന് അലതല്ലുമ്പം അതിനിടയ്ക്ക് ഈ മാതിരി കോമാളിച്ച് ഇതിനകത്ത് ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയരുത്. കോമാളിച്ച് ഇതിനകത്തൊന്ന് ആത്മാർത്ഥം ഉണ്ടാണോ? ഇതൊന്നും ആത്മാർത്ഥമല്ലെന്നേ. അവനവന്റെ ചാനലിലേക്ക് റീച്ച് കൂട്ടാൻ വേണ്ടി ഏതെല്ലാം ആംഗിളിൽ ഞാൻ ആ ടൈപ്പൊന്നും അല്ല. ഈ മനുഷ്യന്മാരുടെ കണ്ണീര് മുഴുവൻ ഒപ്പിയെടുത്ത് എന്തിനാണ് ഈ നാടകം ഈ പ്രഹസനം വെക്കണം? ആരെ കാണിക്കാനാണ് ഈ പ്രകടനം? ഇവിടെ മരണ വീട്ടിലെങ്കിൽ നിങ്ങൾ കുറച്ച് ഔചിത്യം കാണിക്കാനാ പറഞ്ഞു. അത് നമ്മുടെ അന്തസ്സിന് ചേർന്നല്ല. ഒരുമാതിരി എനിക്കിട്ട് കേട്ടണം മറ്റേ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രി കയറി വരുമ്പം മരണ വീട്ടിൽ വെച്ച് ശാളണിക്കാൻ പോകും. കംപ്ലീറ്റ് അഹങ്കാരികൾ. സീമ ചൂടായി വേണ്ടെന്ന് പറഞ്ഞു. ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ. ഈ ഔചിത്യം നമുക്കൊക്കെ ഉണ്ടാകണം. ഗ്രൗണ്ടിൽ കിടന്ന് ഷോ കാണിക്കുമ്പോ ആലോചിക്കണായിരുന്നു. കളിയും തമാശയും ചിരി ഇതൊക്കെ ഇപ്പൊ മരണ വീട്ടിൽ ഇതൊക്കെ ഒരു പതിവാണ്. കളിയും ചിരിയൊക്കെ ഇനിയെങ്കിലും നന്നാവും നോക്കണം ചേട്ടൻ. യോഗ അവസാനിച്ചിരിക്കുന്നു, എല്ലാരും പിരിഞ്ഞു നോക്കോളൂ.